പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചിട്ട് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം നമുക്ക് വായിക്കാം. ഈ അധ്യായത്തില് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക കാഴ്ചപ്പാടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളെ നാം എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്. ക്രിസ്ത്യ ജീവിതം ശരിയാകണമെങ്കിൽ നമ്മുടെ വീക്ഷണം ശരിയായിരിക്കണമെന്ന് ഞാൻ മുൻപ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ക്രിസ്തീയ വീക്ഷണം ശരിയാകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ശരിയാക്കാൻ ഒക്കില്ല. കാഴ്ചപ്പാട് ശരിയല്ലെന്ന് ആളുകളെ കുറിച്ച് പറയാറുണ്ട്. കാഴ്ചപ്പാട് ശരിയാകാതെ ഒരിക്കലും നമുക്ക് ശരിയായി ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പത്രോസ് അത്യാവശ്യം വേണ്ട ചില കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കത് വായിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില സന്തോഷമുള്ള അനുഭവങ്ങളും ദുഃഖമുള്ള അനുഭവങ്ങളും വേദനയുള്ള അനുഭവങ്ങളും ആശ്വാസമുള്ള അനുഭവങ്ങളും ദാരിദ്ര്യമുള്ള അനുഭവങ്ങളും സമ്പന്നത അനുഭവിക്കുന്നവരും നിന്ന അനുഭവിക്കുന്നവരും ഇങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നാം ആരാണ് എന്നുള്ളത് കാണിക്കുന്ന ഒന്നാണ്. ഒരു പിടി മണ്ണെടുത്ത് ഒരു ചേരപ്പാമ്പിനെ എറിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് വളരെ വേഗം ഓടി അങ്ങ് പോകും. അതേസമയം അതൊരു മൂർഖനാണെങ്കിൽ അങ്ങനെ ഓടിപ്പോകില്ല, അവൻ പെട്ടെന്ന് പത്തി ഉയർത്തി തിരിക്കുക. അപ്പോൾ പ്രതികൂലങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണ് ഈ ചേരയും മൂർഖനും കാണിക്കുന്നത്. മനുഷ്യരുടെയിലും ചേരകളും മൂർഖനുമുണ്ട്. എല്ലാം ഒരുപോലെ പോകുമ്പോൾ, കുഴപ്പമില്ലാതെ പോകുമ്പം ചേരയും മൂർഖനെ ഒന്നും കണ്ടാൽ തിരിച്ചറിയില്ല. പ്രതികൂലം വരുമ്പോഴാണ് അവരുടെ തനിനിറം കാണിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് വിശ്വാസികളെ സംബന്ധിച്ച്. അപ്പോൾ പത്രോസ് 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിനെന്നാണ്. ഏത് ഭാവവും? കഷ്ടം അനുഭവിക്കുക എന്ന ഭാവം ഒരായുധമായി ധരിക്കണം. അതിന് കാരണം പറയുന്നത് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ്. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി, തമ്പുരാനെ പോലെ ആകുന്നത് അടിയാർക്ക് മതി. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് എന്തോ ഒരു കഷ്ടം സഹിച്ചു, എന്തോ ഒരു പീഡനങ്ങൾ സഹിച്ചു. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ കഷ്ടം ഉണ്ടാകും നമുക്ക് ഏതായാലും. പക്ഷേ കഷ്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? കഷ്ടത്തെ ഒരു നഷ്ടമായി കരുതണോ, കഷ്ടത്തെ ഒരു ശല്യമായി കരുതണോ, കഷ്ടത്തെ ബുദ്ധിമുട്ടായി കരുതണോ, അതോ കഷ്ടത്തെ ഒരു ആയുധമായി കരുതണോ? എങ്ങനെ കഷ്ടത്തെ ആയുധമായി കരുതുന്നത്? ആയുധമുള്ള ആളുകളെ പീഡിപ്പിക്കാനും അവരെ പരാജയപ്പെടുത്താനും പ്രയാസമാണ്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിറച്ച തോക്കുണ്ടെങ്കിൽ നമ്മൾ അടുക്കുകയില്ല. നമ്മൾ കൈ ഉയർത്തി നിൽക്കും, ഞാൻ നിസ്സഹായനാണ്, എൻ്റെ കയ്യിലൊരു ആയുധവും ഇല്ലെന്ന് പറയും. അതുപോലെയാണ് നമ്മുടെ കയ്യിലെ തോക്കാണ്, നിറഞ്ഞ തോക്കാണ് ഈ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത്. കഷ്ടം അനുഭവിക്കാൻ മനസ്സുള്ളവരെ ആർക്കും ലോകത്തിൽ ഒരു മനുഷ്യനും തോൽപ്പിക്കാനൊക്കില്ല. എന്ത് ചെയ്താൽ തോൽപ്പിക്കുന്നത്? അവരെ ഒന്നും ചെയ്ത് തോൽപ്പിക്കാൻ ഒക്കില്ല. കാരണം കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത് അവരുടെ ആയുധമാണ്. അതാണ് അവരുടെ റെസിസ്റ്റൻസ്, പ്രതിരോധ ആയുധം കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ്. നിങ്ങളെന്നെ കൊന്നാലും, യോബ് അങ്ങനെയല്ലേ പറഞ്ഞു, അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പിന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ നോക്കും? വിശ്വാസികളായിരിക്കും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം വിജയിക്കണമെങ്കിൽ കഷ്ടതകളോടെ ഉള്ള നമ്മളുടെ മനോഭാവം ഇതായിരിക്കണം. പട്ടിണി വന്നാൽ, രോഗം വന്നാൽ, വിഷമങ്ങൾ വന്നാൽ, സാമ്പത്തിക പരാജയങ്ങൾ വന്നാൽ, ഇങ്ങനെ ഓരോ ധാർമ്മികമായി തെറ്റായ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. മക്കൾ കള്ളുകുടിയന്മാരും ഡ്രഗ്സ് അടിക്കുന്നവരും അവരെ അങ്ങനെയുള്ള കഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത്. അതൊന്നും വിശ്വാസികൾക്ക് വരേണ്ട കഷ്ടതകളല്ല. അതൊക്കെ വിശ്വാസികൾ വരുത്തി വയ്ക്കുന്ന കഷ്ടതകളാണ്. ഇല്ലാതെ വരുന്ന ക്രിസ്തു നിമിത്തം തല്ല്, അടി, മർദ്ദനം, തൊഴിൽ നഷ്ടം, അങ്ങനെ പട്ടിണി, ഒരുപാട് കഷ്ടങ്ങൾ വീട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല, ഒന്നും ചെയ്യണ്ട. ക്രിസ്ത്യാനിയാന്ന് അവന് മനസ്സിലായാൽ മതി, ആളുകൾ കൂടി തല്ലിക്കൊല്ലും. അപ്പോൾ ആ സന്ദർഭത്തിൽ പറയുന്നത് അതൊരായുധമായി ധരിക്കാനാണ് പറയുന്നത്, തല്ലുകൊള്ളുന്നത്. ചൈനക്കാരൻ ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിച്ച് നടന്നവരിതിനാണ്. ചൈനക്കാരുടെ പട്ടാളം അവരെ പിടിച്ചു, പോലീസ് അവരെ പിടിച്ച് പൂരം തല്ലി. ഇവൻ ഓരോ തല്ല് കൊള്ളുമ്പോഴും ഇവൻ സ്തോത്രം, പ്രൈസലോട്, ഹല്ലേലൂയ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ച്, ഇതെന്തൊരു കാര്യമാണ്, നീ എന്താണ് ഈ സ്തോത്രം എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തടി കൊണ്ടതാണ്,
എൻ്റെ കർത്താവ് കൊണ്ട അടിയുടെ ഒരു ഭാഗം, ഒരംശം എനിക്ക് അനുഭവിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അടി നിർത്താൻ പറഞ്ഞു. അവൻ അവന് അടി കിട്ടിയാൽ സന്തോഷിക്കുന്നവനെ അവന് തല്ലിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അവനെ പട്ടിണിക്കിടാമെന്ന് പറഞ്ഞു. അവർ പട്ടിണി കിട്ടു ഒരാഴ്ച. അപ്പോഴും അവൻ എന്നും രാവിലെ എഴുന്നേറ്റ് പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെയാണ്. അവന് ചോദിച്ചു, എന്താണ് നീ സ്തോത്രം ചെയ്യുന്നത്? എൻ്റെ കർത്താവ് 40 ദിവസം ഉപവസിച്ചതല്ലേ, അപ്പോൾ എൻ്റെ കർത്താവ് അനുഭവിച്ചതായിരിക്കുന്ന വിശപ്പും ദാഹവും എന്താണെന്ന് എനിക്കൂടെ അനുഭവിക്കാൻ അവസരം കിട്ടിയത് ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ല, അവനെ പട്ടിണി കിട്ടണമെന്ന് പറഞ്ഞു. പട്ടിണി കിട്ടിയ കാര്യമില്ലെന്ന് പറഞ്ഞു. ഏകാന്ത തടവിൽ കൊണ്ടിടാമെന്ന് പറഞ്ഞു. അവൻ ഏകാന്ത തടവിൽ, ആരുമില്ലാത്ത ഒരു മുറിയിൽ വെട്ടോ വിളിച്ചോ ഒന്നുമില്ല, ജനലുമില്ല, അടച്ചേക്കാൻ പറഞ്ഞു. ഒരു ദ്വാരം മാത്രമുണ്ട്, അതിലൂടെ ചപ്പാത്തി ഇട്ട് കൊടുക്കും, എടുത്ത് തിന്നോണം ഇരുന്നോണം. അപ്പോൾ അതിൻ്റെ അത് ഭയങ്കര പാട്ടും പ്രാർത്ഥനയും സ്തോത്രവുമാണ്. അപ്പോൾ അങ്ങനെ 2-3 ദിവസമായപ്പോൾ അവർ ചോദിച്ചു ഇത് എന്തൊരു കാര്യമെന്ന് ചോദിച്ചു. പറഞ്ഞു എത്ര കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുക, ഈ ശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എനിക്കും കർത്താവ് തന്നെ ഒരല്പനേരം ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനും പാടാനുമുള്ള ഒരു അവസരം കിട്ടണമെന്ന്. ഇപ്പോൾ എനിക്ക് കിട്ടി, ഞാൻ സന്തോഷിക്കുന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പിന്നെ അവരതേക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞു ഇവനെ തോൽപ്പിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളെന്ന് പറഞ്ഞു. ഇവനെ നന്നായിട്ട് തീറ്റുക, AC മുറി കൊണ്ടിരുത്തുക, എന്നിട്ട് അവിടെ ഏറ്റവും വൾഗറായിട്ടുള്ളതായിരിക്കുന്ന പിക്ചേഴ്സ് ഉള്ള TV ഓൺ ചെയ്ത് കൊടുക്കുക അവൻ്റെ മുന്നിൽ. കുറച്ച് നേരമൊക്കെ അവൻ കാണാതൊക്കെ പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് ഇച്ചിരിയൊക്കെ നോക്കും, പിന്നെ തിരിഞ്ഞോട്ട് നോക്കും. ഓൺ ചെയ്ത് വെച്ച് കൺട്രോൾ അവൻ്റെ കയ്യിലല്ല. സൈക്കോളജി മനഃശാസ്ത്രം പറഞ്ഞു അതിലവൻ വീണോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടു, ഒരു മാസത്തിനുള്ളിൽ അവൻ ലോകത്തിനറിയാൻ നമ്മളെ വീഴിക്കുന്നത് എവിടെയാണ്. എല്ലാവരെയും വീഴിക്കാനൊന്നുമില്ല, പക്ഷേ നമ്മളെ വീഴിക്കാൻ കഴിയുമെങ്കിൽ, ഒരു സത്യക്രിസ്ത്യാനിയെ വീഴിക്കാൻ കഴിയുമെങ്കിൽ എവിടെയാണ് വീഴിക്കാമെന്നറിയാമോ? സുഖവും സൗകര്യവും പ്ലഷേഴ്സ്, ആനന്ദവും ഉല്ലാസവും ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന വഴികളിൽ ക്രമേണ വർദ്ധിപ്പിച്ച് ലോകത്തിൻ്റെ രീതിയിലേക്ക് അങ്ങ് പോയാൽ അറിയാതെ എന്ത് ചെയ്യും നമ്മൾ? ലോകം അങ്ങനെ നമ്മളെ പിടിക്കുന്നു. ഈ പഠിക്കുന്ന പിള്ളേരെ ഈ തവളകളുടെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവിനെക്കുറിച്ച്, ചുറ്റുപാടുകളുമായിട്ട് തവളയ്ക്ക് ഇണങ്ങാൻ കഴിയുമെന്നാണ് പറഞ്ഞത്, ഏത് ചൂടിലും തണുപ്പിലും. അപ്പോൾ അതിനവർ പരീക്ഷണം നടത്തി. ഒരു തവളയെ പിടിച്ച് സാധാരണ വെള്ളത്തിലൊരു കലത്തിലിട്ടു. എന്നിട്ട് ആ കലം ചെറിയ അടുപ്പേ വെച്ചു. ആ കലത്തിലെ വെള്ളം ചൂടാകുന്നതനുസരിച്ച് തവള അതിൻ്റെ ശരീരപ്രകൃതിയെ മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം വെള്ളം തിളച്ചപ്പം തവള ചത്തുപോയി. നമ്മളതുപോലെ ഏതാണ്ട് ഈ ലോകത്തോട് പറ്റിച്ചേർന്ന് ഇങ്ങനെ അതിൻ്റെ രീതി അനുസരിച്ച് നമ്മുടെ രീതികൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഒരു ലെവൽ കഴിയുമ്പം നമ്മുടെ ആത്മീയതയെല്ലാം ചത്തുപോകും, നാം ചത്തുപോകും, നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഇത് നമുക്ക് വലിയൊരു ആയുധമാണ്. ആരെന്ത് ചെയ്താലും പ്രൈസലോട് പറയുന്ന ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവനെ അടിക്കാം, ക്രൂശിക്കാം, വേണമെങ്കിൽ അവനെ വെട്ടിക്കൊല്ലാം. പക്ഷേ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ അകറ്റാനായിട്ട് സാധിക്കില്ല, ഒരു വിധത്തിലും സാധിക്കില്ല. കാരണം എന്താ? കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് അവൻ്റെ ആയുധമാണ്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ പ്രതിരോധത്തിനൊരു ആയുധം ഇരിക്കുന്നത് പോലെ ദൈവം പ്രതിരോധത്തിന് ആയുധം തന്നിരിക്കുകയാണ് വിശ്വാസികളിൽ. ഏതാണ്? കഷ്ടം സഹിക്കാനുള്ള മനസ്സ്. കഷ്ടം സഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കാശില്ലെങ്കിലും അടിയാണെങ്കിലും പിടിയാന്നല്ലാന്നെങ്കിലും ഉപദ്രവമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവനും ദൈവം സ്തോത്രം പറഞ്ഞ് പ്രൈസിലോട് പറഞ്ഞ് അവിടെ ഇരിക്കും. നമ്മുടെ ഇടയിലെ ആളുകൾക്ക് ഒരു 2 ദിവസം കാശില്ലാതിരുന്നാൽ, ഒരു ദിവസം ഒരു നേരം ആഹാരം ഇല്ലാതിരുന്നാൽ, ഒരു സ്ഥലത്ത് പോകാനായിട്ട് നമ്മൾ ബസ്സിന് പോകാനായിട്ടിരുന്നു, അന്ന് ബസ്സില്ലെന്ന് കേട്ടാൽ നമ്മുടെ സംസാരത്തിൻ്റെ രീതിയൊക്കെ ഓരോരുത്തർക്കും ബസ്സിലിരിക്കും, ഇങ്ങനെയാണ് ബസ് ഓടിക്കുന്നത്, ഞങ്ങളിപ്പോൾ എന്തെല്ലാം നമ്മൾ ന്യായങ്ങളും പറയും. ഒരല്പം താമസിച്ച് പോയി ട്രെയിൻ അങ്ങ് പോയെങ്കിൽ താമസിക്കാൻ കാരണം ആരാ? ഭാര്യ, മക്കൾ, ഓരോരുത്തർക്ക് ഉണ്ടാക്കിക്കോളും, ഇറങ്ങുകയില്ല അല്ലേ? അങ്ങനെയാണ് നമ്മൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഷ്ടം സഹിക്കാനുള്ളതായിരിക്കുന്ന മനസ്സ് നമുക്കില്ല. കഷ്ടം സഹിക്കുന്ന നമുക്ക് ഒരു ശകലം പോലും പ്രതിരോധായുധമല്ല, നമുക്കത് ഒക്കുകയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആത്യന്തിക കാഴ്ചപ്പാടിൽ കഷ്ടത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവം അതൊരായുധമായി മാറണമെന്ന് പറഞ്ഞു. 2ാമത്തെ വാക്യത്തിൽ പത്രോസ് തുറന്നു പറഞ്ഞു, കഷ്ടാനുഭവങ്ങൾക്ക് വർത്തമാനകാല ജീവിതത്തിലുള്ള സ്വാധീനം എന്താണെന്ന് പറഞ്ഞു. ഈ കഷ്ടാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു.
കഷ്ടതകളെ ശരിയായി സമീപിക്കുന്ന ആളുകൾക്ക് പാപത്തിൻ്റെ മേൽ വിജയം കിട്ടും. ശേഷിച്ചിരിക്കുന്ന കാലം, ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലം പാപത്തിൻ്റെ മേൽ വിജയം കിട്ടും. കഷ്ടതകളിലല്ല ആളുകൾ പാപം ചെയ്യുന്നത്, മിക്കവാറും സമൃദ്ധിയിലാണ് പാപം ചെയ്യുന്നത്. കഷ്ടതകളിൽ പാപം ചെയ്യുന്നവർ കാണുമെങ്കിലും പൊതുവെ അങ്ങനെയല്ല. കാശില്ലാത്തപ്പോൾ എന്നെ പാപം ചെയ്യാനാ, വിശന്നിരിക്കുമ്പോൾ എന്നെ പാപം ചെയ്യാനാ. അപ്പോൾ പത്രോസ് പറയുന്നത് വർത്തമാനകാല ജീവിതത്തിലുള്ള സ്വാധീനം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പാപം വിട്ടൊഴിയുവാൻ സഹായിക്കുമെന്നാണ്. പാപം വിട്ടൊഴിയുവാൻ സഹായിക്കും. കർത്താവിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി. നമ്മൾ തികഞ്ഞവരാകുന്ന കഷ്ടാനുഭവങ്ങളാണ്. കാരണം വിശ്വാസികൾ വെള്ളി, സ്വർണം മുതലായ വിലയേറിയ വസ്തുക്കളാണ്. അതിന് തീയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റ് വർദ്ധിക്കുകയല്ല, അത് മാറ്റ് കുറയും ഇല്ല. അപ്പം നമ്മുടെ മഹത്വം കൂട്ടാനുള്ള മുഖാന്തരങ്ങളാണ് ഈ അഗ്നിപരീക്ഷകളെന്ന് പറയുന്നത്, പരിശോധനകളെന്ന് പറയുന്നത്. അത് കയറി വരുമ്പോൾ വേണം. പക്ഷെ അങ്ങനല്ല. ശകലം പരിശോധനകൾ വന്നാൽ എനിക്കറിയാം വിശ്വാസികളെ ആനയെപ്പോലെയാന്ന് പറയും. ആനയുടെ ദേഹത്ത് കല്ലെറിഞ്ഞാൽ ആന എന്ത് ചെയ്യുന്ന അറിയാം? അവിടെ കിടന്ന് ചുറ്റും ചവിട്ടി നശിപ്പിച്ച്. എന്നാൽ കുതിര അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. കുതിരയുടെ ദേഹത്താരും കല്ലെറിഞ്ഞ് വന്നാൽ എവിടുന്ന് കല്ല് വന്നു അവിടത്തേക്ക് കുതിക്കാനുള്ള ഇതാണ്. കുതിര കിടന്ന് കറങ്ങില്ല. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ ഒരു യുദ്ധമേ നടത്തിയുള്ളൂ. പോറസ് രാജാവുമായിട്ട് ഒരു യുദ്ധം നടത്തി. പോറസ് രാജാവ് ആയിരക്കണക്കിന് ആനകളെയും കൊണ്ടാണ് വന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ആയിരക്കണക്കിന് കുതിരകളെയും കൊണ്ടാണ് വന്നത്. അണിനിരന്നു. നിരന്നപ്പോൾ ആയിരക്കണക്കിന് ആനകളല്ലേ നിൽക്കുന്ന, ആനപ്പുറത്ത് ആളുകളും. അപ്പോൾ എങ്ങനെ ഇത് ഈ ആനകളെ എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്? അന്നത്തെ ഈ അമ്പയ്യാണല്ലോ. കുതിരപ്പുറത്തിരുന്ന് അമ്പ ചെയ്തു, ആനപ്പുറത്തിരുന്ന് അമ്പ ചെയ്തു. അതെ, താഴേന്ന് മേപ്പെട്ടോ മേളിയും താപ്പെട്ടോ അമ്പ ചെയ്യുന്നത്. എന്ത് ഒരു 8-10 അമ്പുകൾ ആനയുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞപ്പോൾ ആന പുറത്തിരുന്നവനെ കുടഞ്ഞ് താഴെ ഇട്ടിട്ട് രണ്ട് കറക്കവും ആ ദേശം മുഴുവൻ ശരിയാക്കി. കുതിരകളുടെ ദേഹത്തോട് അമ്പ് ചെയ്തപ്പോൾ എവിടെ നിന്ന് അമ്പ് വന്നോ അവിടേക്ക് കുതിരകൾ കുതിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് കുതിരകൾ കുതിക്കാൻ തുടങ്ങി. അലക്സാണ്ടർ യുദ്ധം ജയിച്ചു. കുതിരയുടെ മനോഭാവമുള്ളവർക്ക് പരാജയപ്പെടാൻ ഒക്കില്ല. ആനയുടെ മനോഭാവമുള്ളവർക്ക് പരാജയപ്പെട്ടേ ഒക്കൂ, ജയിക്കാൻ ഒക്കില്ല. വിശ്വാസികൾ ആനകളെ പോലെയാണോ കുതിരകളെ പോലെയാണോ എന്നുള്ളത് പിള്ളേർ ചെറുപ്പത്തിൽ ആനയും കുതിരയും കളിക്കാമെന്ന് പറയും. ചില വിശ്വാസികൾ ആനകളാണോ, ചില വിശ്വാസികൾ കുതിരകളാണോ എന്നുള്ളത് കണ്ടറിയണം. ഒന്ന് തൊട്ട് നോക്കണം, ഒന്ന് എറിഞ്ഞു നോക്കണം, അപ്പോൾ അറിയാം ആനയാണോ കുതിരയാണോ. അപ്പോൾ ഇത് ഈ പാപത്തിൽ നിന്നും അത് വിട്ടൊഴിയുവാൻ സഹായിക്കുന്നതാണ് കഷ്ടതകൾ. സ്വർണത്തിലും വെള്ളിയിലുമുള്ള കീടം മാറ്റുന്നത് അതിനെ ഉരുക്കിയാണ്, തീക്കകത്തിട്ട് ഉരുക്കിയാണ്. ഈ കീടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മൾ പാപം എൻ്റെ ജീവിതത്തിൽ ഉപദ്രവങ്ങളും വന്നാൽ എന്നെ മെച്ചമാക്കാനാണ്, എൻ്റെ പാപ സംബന്ധമായ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കുവാനുള്ളൊരു വലിയ ത്വര നമുക്കുണ്ടാകുമെന്നാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടത്. കഷ്ടതയുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ ഇഷ്ടം പോലൊക്കെ ജീവിക്കാൻ നോക്കും. സുഖം ഉണ്ടെങ്കിലൊന്നും സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകം പോലെ ഒരു പുസ്തകം നമുക്ക് കിട്ടുമായിരുന്നോ? ഇയ്യോബിന് ആ ദുരിതം ഉണ്ടായില്ലെങ്കിൽ. ഇയ്യോബ് എന്ന് പറഞ്ഞ പുസ്തകം നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഇയ്യോബിന് ആ പ്രയാസങ്ങളുണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനൊരു പുസ്തകമൊന്നും ബൈബിളിൽ കാണത്തില്ല. ബൈബിളിലുള്ള പുസ്തകങ്ങളിൽ നമുക്ക് ഏറ്റവും ആശ്വാസം കിട്ടുന്നൊരു പുസ്തകമല്ല ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ. അത് വായിച്ച് എന്തോ ഒരു സന്തോഷമാണ്. എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര വായിച്ചാലും മതിയാകാത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഷ്ടതകൾ വരുമ്പോൾ എങ്ങനെയാണ് സാത്താൻ കഷ്ടതകളെ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ദൈവം കഷ്ടതകളെ അനുവദിക്കുന്നത്, എങ്ങനെയാണ് കഷ്ടതകളിൽ ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളെന്ന് കൂട്ടുകാരെന്ന് പറയുന്നവർ നമുക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്, നമ്മൾ തന്നെ നമ്മുടെ കഷ്ടതകളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവന് സ്വന്തം ഭാര്യ തന്നെ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്. എന്തോ ഒരു കാര്യങ്ങളാണ് കഷ്ടതകൾ നമ്മൾ മനസ്സിലാക്കിയത്. കഷ്ടതകളുടെ ഗുണമെന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനുള്ള വലിയ ഒരു ത്വര, ഒരു വലിയ ആഗ്രഹം, വലിയൊരു ആവേശം നമ്മളിലുണ്ടാകും. കഷ്ടങ്ങളില്ലാത്ത ഇന്നത്തെ വിശ്വാസികൾക്ക് പറ്റിയിട്ടുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടതയില്ല. ആഹാരമില്ലാഞ്ഞത് കൊണ്ട് ഇന്ന് പകൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ ഇരുന്ന ഏതെങ്കിലും ഒരു കുടുംബം സഭയിലുണ്ടോ?
പകൽ ഉടുത്ത തുണിയല്ലാതെ മാറാൻ വേറൊരു തുണി ഇല്ലാഞ്ഞത് കൊണ്ട് ഇന്ന് വൈകിട്ട് ഈ ക്ലാസ്സിന് വരാഞ്ഞവരുണ്ടോ? എനിക്ക് തുണി മാറാനില്ലായിരുന്നു, ഞാൻ പകൽ മുഴുവൻ ജോലിക്ക് പോയാൽ മുഷിഞ്ഞ തുണിയേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ ആരുമില്ലല്ലോ. കാശില്ലാഞ്ഞതുകൊണ്ട് പിള്ളേരുടെ പഠിത്തം മുടങ്ങിപ്പോയി. പിള്ളേരെയൊക്കെ 5ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചതുള്ളൂ. എവിടെ പഠിപ്പിക്കാനൊന്നും ഒത്തില്ല വേറെ. വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് മഹാബുദ്ധിമുട്ട്, സാമ്പത്തിക ഭാരമായിരുന്നു, പിള്ളേരുടെ എല്ലാം ഭാവി പോയി എന്ന് പറയുന്ന ആരുടെ? ഏത് നിലയില്ല, നമ്മുടെ ഇടയിലൊന്നും കഷ്ടം അനുഭവിക്കുന്നവരാരുമില്ല. കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികളെ മറ്റോരോ സ്ഥലങ്ങളിൽ ചെല്ലം കാണാൻ. നമ്മുടെ ഇടയിലെ കഷ്ടമെന്ന് പറയും, നമ്മൾ ആഗ്രഹിക്കുന്ന ബൈക്ക് വാങ്ങാൻ ഒക്കുന്നില്ല, ആഗ്രഹിക്കുന്ന കാർ വാങ്ങാൻ ഒക്കുന്നില്ല, ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് അത് ചെയ്യാൻ ഒക്കുന്നില്ല. കുറച്ച് മെച്ചമാകാനുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, അതേ ഉള്ളൂ. സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളല്ല. അപ്പോൾ അതൊന്നും നമ്മളെ മെച്ചമാക്കൂല. നമ്മളെ മെച്ചമാക്കണമെങ്കിൽ പത്രോസ് പറഞ്ഞതുപോലെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലത്ത് മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് കഷ്ടം അനുഭവിച്ചവൻ, അല്ലാത്തവർക്കൊക്കെയില്ല. ദാനിയേൽ കഷ്ടം അനുഭവിച്ചവനാ, സിംഹക്കുഴി കിടന്നിട്ടില്ലല്ലോ. ശദ്രക് മേശക് അബേദ്നെഗോ തീച്ചൂളയിൽ കിടന്നവരല്ലേ. മൊർദെഖായിയൊക്കെ എന്തോ ഒരു കഷ്ടം അനുഭവിച്ചു. രാജാവിൻ്റെ കൽപ്പന പുറപ്പെട്ടില്ലേ, എല്ലാ യഹൂദന്മാരെയും കൊല്ലാനല്ലേ. അങ്ങനെ എത്ര എത്ര ആളുകൾ കഷ്ടം അനുഭവിച്ച ആളുകൾ. വരും കാലങ്ങളിൽ അവരൊക്കെ പിന്നെ എങ്ങനെയാണ് ജീവിച്ചത്? ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവരാരും ഒരു ഒത്തീർപ്പിന് പോയില്ല. അപ്പോൾ പാപം വിട്ടൊഴിയുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. കഷ്ടതകൾക്ക് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അപ്പച്ചൻ പിടിച്ച് നല്ല ചൂരലുണ്ട്, അതുകൊണ്ട് ഒരു 5 ഇനിയും ചെയ്യുമോടാന്ന് ചോദിക്കും. അപ്പോൾ ഉത്തരം ഇനിയും മേലും ചെയ്യില്ലെന്നാണ്. ചെയ്യില്ലെന്ന് പറയാൻ എന്താ മുഖാന്തരമായത്? അപ്പച്ചൻ്റെ തല്ല. കഷ്ടത അനുഭവിച്ചവർ മേലാ പാപം ചെയ്യാതിരിക്കാൻ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ, നമ്മുടെ സ്നേഹിതൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന സമയത്ത് അകത്തെ മുറിയിൽ മകനെ മര്യാദ പഠിപ്പിക്കുക. അപ്പോൾ അവനെ പിടിച്ച് ഇനി ചെയ്യുമോടാന്ന് ചോദിച്ചു. ഒരു നല്ല ഒരെണ്ണം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ലോകമുള്ള ഒരു കാലം ഇനി അടിയൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അതുപോലെയുള്ള 4-5 കിട്ടുമ്പോഴേ മര്യാദ പഠിക്കും. ഇന്നത്തെ പിള്ളേരെ തല്ലരുന്നല്ലേ പറയുന്നത്, അതുകൊണ്ടല്ലേ പിള്ളേരെല്ലാം പോകുന്നത്. ഹിന്ദുക്കളെയും കല്യാണം കഴിച്ച്, മുസ്ലിങ്ങളെയും കല്യാണം കഴിച്ച്, വിശ്വാസികളെയും കല്യാണം കഴിച്ച്, നിരീശ്വരന്മാരെയും കല്യാണം കഴിച്ച് ഒക്കെ എല്ലാം ഓരോരുത്തരും പോയിരിക്കുന്നു. മൂപ്പന്മാരുടെ മക്കളും സുവിശേഷന്മാരുടെ മക്കളും ഒക്കെ ഇതിനൊന്നും തല്ലാതെ വളർത്തിയതാ. എനിക്ക് ഞാൻ പഠിച്ച കാലത്ത് ഒരു പെണ്ണോട് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. അപ്പച്ചനെങ്ങാണം കണ്ടുപിടിച്ചു പോയെങ്കിൽ മോറിയ മലയിലെ ബലിപീഠം യാഥാർത്ഥ്യമായിട്ട് തീരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഭയമാണ്, കഷ്ടതയെക്കുറിച്ചുള്ള ഭയമാണ്. ഇക്കാലത്തെങ്ങാണോ സഭ ആരെങ്കിലും ഒന്ന് ശിക്ഷണ നടപടി എടുക്കണ്ടായിരുന്നു, എടുക്കുമെന്ന് ചിന്തിച്ചാൽ മതി. വീടുകളിൽ അമ്മയപ്പന്മാരെന്തെങ്കിലും മക്കളെ ഒന്ന് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി. വീട് തിരിച്ചു വെക്കും അവർ. നടക്കുകയില്ലെന്നേ, എല്ലാം പോയി. പത്രോസ് പറഞ്ഞു, കഷ്ടം അനുഭവിച്ചവൻ പിന്നെ പാപം ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അത് വളരെ ശരിയാണ്, പാപം വിട്ടൊഴിയാൻ സഹായിക്കുന്നതാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജാതികളുടെ ജീവിതശൈലിയുമായി എന്നേക്കുമുള്ള ഒരു വേർപാട് ഈ കഷ്ടതകൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയും നടന്നുകൊണ്ട് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികൾ തന്നെ മതിയെന്ന് വെക്കും. ഇവിടെ പാപത്തിൻ്റെ ഒരുപാട് വിധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്കല്ലേ എന്താ പറയുന്നത്. അങ്ങനെയൊക്കെ ജീവിച്ചത് മതിയെന്ന് വയ്ക്കുക. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അത് ഏത് കാലത്തും വിശ്വാസിക്കോ അവിശ്വാസിക്കോ അങ്ങനെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അവിശ്വാസിക്ക് പാപത്തിൻ്റെ ശമ്പളം നിത്യമരണമാവും, വിശ്വാസിക്ക് പാപത്തിൻ്റെ ശമ്പളം നിത്യമരണമല്ല. പക്ഷേ മരണമാണ്. എത്ര വിശ്വാസികൾ മരിക്കേണ്ട സമയത്തിന് മുമ്പ് മരിക്കുന്നുണ്ട്. അനന്യാസി സഭയിൽ മരിച്ചാൽ എന്താ? അങ്ങനെ മരിക്കണം പോലും ദൈവം മുന്നേ എഴുതി വെച്ചിട്ടുണ്ടോ? ഈ കള്ളം പറഞ്ഞ് ചാകണമെന്ന് അങ്ങനെ ദൈവം എഴുതി വെച്ചിട്ടില്ല. ആഖാൻ കുടുംബം കല്ലെറിയപ്പെട്ടത് എന്താ? ഇസ്രായേൽ എന്ത് പോകുന്നപ്പോൾ അതുപോലെ ഓർത്തുകൊണ്ട് അന്ന് പോകുന്നു. ശലോമോൻ ചോദിക്കുന്നുണ്ടല്ലോ, നീ എന്തിനു വെറുതെ ചാകുന്നു എന്ന്, നീ എന്തിനു സമയത്തിന് മുമ്പ് മരിക്കുന്നു? പാപം ചെയ്താൽ മരണം ഏത് സമയത്തും ഉണ്ടാകാം, ഏത് സമയത്തും ഉണ്ടാകാം. അപ്പോൾ ജാതികളുടെ ജീവിതശൈലിയുമായി എന്നേക്കുള്ളൊരു വേർപാടാണ് ഈ കഷ്ടതകൾക്ക് നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത്. ജോസഫിനെ പൊത്തിഫറിൻ്റെ ഭാര്യയെ വശീകരിക്കാനായിട്ട് നോക്കി, വശീകരിക്കാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ അവൾ ദുഷ്ടസ്ത്രീയാണ്, അവനെ ജയിലിലാക്കി. നുണ പറഞ്ഞവൻ ജയിലിലാക്കി 4 വർഷം ആ ജയിലിൽ കിടന്നു.
എന്തോ ഒരു കഷ്ടം അനുഭവിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായെന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുണമുണ്ടായി. ജോസഫിന് തൻ്റെ സഹോദരന്മാരോട് അത്രയും സൗമ്യമായിട്ടൊക്കെ ഇടപെടാനുള്ളതായിരിക്കുന്ന കഴിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ജയിലിൽ നിന്ന് കിട്ടിയെന്ന് പറയും. മാണിക്യൻ നായരെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മാണിക്യനപ്പച്ചന് തൻ്റെ ജയിൽവാസത്തിൻ്റെ കഥകളൊക്കെ എന്നോട് പറയുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ താനെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചെല്ലുന്ന അന്ന് ഒരു ചവിട്ടുണ്ടെന്ന് പറഞ്ഞു, ബൂട്ടിട്ടുള്ള ചവിട്ടാണ്. അത് പ്രത്യേക പോലീസാണ്. അതിന് പോലീസിൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കാൻ മാർച്ച് വരുന്ന 5-6 പോലീസുകാരുണ്ട്. അവരിങ്ങോട്ട് വന്നിട്ട് മുറിയിലോട്ട് കയറിയിട്ട് ഒന്നും ചോദിക്കുകയോ ഒന്നും എടുക്കില്ല, എടുത്ത് താഴോട്ടിടുക, ചവിട്ടുക, തലയ്ക്കും കയത്തും നെഞ്ചത്തും എല്ലാം, കാലൊടിയും കൈയൊടിയും ഒക്കെ ഒടിയും. ആ ചവിട്ട് കഴിഞ്ഞവരങ്ങ് പോവും, അടുത്ത മുറിയിൽ ചവിട്ട്. ഇങ്ങനെ എല്ലാവരും ഒരു ഗണത്തിലുള്ള ആളുകളെയാണ്. എല്ലാവരെയും ഇല്ല, ചെറിയ ചെറിയ കുറ്റം ചെയ്ത് വരുന്നവരെ ഒന്നും അങ്ങനെ ചെയ്യില്ല. ഗൗരവമായ കുറ്റം ചെയ്ത് വന്നവരെ ഒക്കെ ഒരു ചവിട്ടി അങ്ങ് പോവുകയാണ്. പുറകെ ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും എല്ലാ സംഘം വരും, പരിശോധിച്ച് നോക്കും. അവിടെ കൈയൊടിഞ്ഞു, ഇവിടെ കാലൊടിഞ്ഞു, തലയ്ക്ക് ക്ഷതം പറ്റി, എല്ലാമായി എല്ലാ മരുന്നും ഒക്കെ വെച്ചു. 1 മാസത്തേക്ക് ഭയങ്കര ചികിത്സയാണെന്ന് പറഞ്ഞു. ഇതുപോലെ സ്നേഹനിർഭരമായ ചികിത്സ കിട്ടുകയില്ലെന്ന് പറഞ്ഞു 1 മാസത്തേക്ക്. അതെല്ലാം കൈയും കാലും എല്ലാം ഒന്ന് ശരിയായി ഏകദേശം ഒന്ന് നിൽക്കാനുള്ള പരുവാകുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു ബൂട്ടടിച്ച ശബ്ദം. ഇങ്ങോട്ട് കയറി വന്നിട്ട് എടുത്തിട്ട് ചവിട്ടി ഓട്ടിച്ച് തയ്ച്ച് നശിപ്പിച്ച് കളയാം. പുറകെ ഡോക്ടർ നേഴ്സും എല്ലാം വന്ന് നോക്കും. ഇതവിടെ കിടക്കുന്ന കാലത്തോളം ഈ ആദ്യം സംഭവിച്ച തൊഴിയുടെ ദോഷങ്ങൾ മാറി എന്നത് അവർക്ക് നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തിനാണ് മാണിക്കനപ്പച്ച ഇങ്ങനെ ചെയ്യുന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി ഒരിക്കലും ജയിലിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഇനി ഒരിക്കലും ജയിലിലേക്ക് വരണമെന്ന്, ജയിലെന്ന് പറയുമ്പോൾ ഓർക്കുന്നത് ഈ ചവിട്ടും തൊഴിയുമാണ്. എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകൾ ചെയ്തൊപ്പിക്കണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചോളാം, അതാണ് നല്ലതെന്ന് എല്ലാവരും അങ്ങ് തീരുമാനിക്കും. അത് പാപികളായ മനുഷ്യൻ അങ്ങനെ തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ തീരുമാനിക്കില്ലെന്നാണ് പറയുന്നത്. കാരണം അവർ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ചില ഭാര്യമാരെ കുടിയന്മാരായ ഭർത്താക്കന്മാർ തല്ലും, ഭയങ്കരമായി തല്ലും, ഒരു വെളിവില്ലാതെ തല്ലും, നല്ല കാലുടെയും കൈയൊടിയും ഒക്കെ ഒടിയും. രാവിലെ ഇവന്മാർക്ക് സുബോധം വരുമ്പം ഭാര്യയെ മുക്കിക്കൊണ്ട് ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് വേണ്ടതെല്ലാം ചെയ്ത്, കടയിൽ പോയി പുതിയ സാരി നൈറ്റി എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം വാങ്ങിക്കൊടുത്ത് ഒക്കെ ഒന്ന് പച്ച പിടിക്കും. ഒക്കെ ഒന്ന് പച്ച പിടിച്ചൊക്കെ നേരെ വരുമ്പോൾ അടുത്ത കുടി കഴിഞ്ഞിട്ട് വരുന്ന അപ്പോൾ ഈ ഭാര്യമാർ പറയുമെന്ന് പറയാം, ഞാൻ കുടിച്ചിട്ട് കുറച്ച് ദിവസമായി, ഒരു കുടി അടിയിൽ കഴിഞ്ഞിരുന്നെങ്കിലേ ഒരു സാരി കിട്ടിയേനേയും ഒരു നൈറ്റ് കിട്ടിയേനേയും നല്ല ശാപ്പാട് കിട്ടിയേനേയും കുറച്ച് ദിവസത്തേക്ക് സ്നേഹമൊക്കെ ഒന്ന് കാണിച്ചേനേയും. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയവരാരും അങ്ങനെ പറയില്ല കേട്ടോ. ഇല്ല, കർത്താവിൻ്റെ തല്ല് കിട്ടിയവരാരും പറയില്ല കർത്താവ് ഒന്നുകൂടെ തല്ലിയിരുന്നെങ്കിൽ ഇല്ല, അവരത് പഠിച്ചോളൂ. പിന്നെ പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന യാതൊരു വിധമായിരിക്കുന്ന ആഗ്രഹവും അവർക്ക് ഉണ്ടാവില്ല, ഒരു വിധത്തിലും ഉണ്ടാവില്ല. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മെ ഭരിക്കുമെന്നാണ്. 4 മുതൽ 6 വരെ 4-ാം വാക്യം പറയുന്നത്, ദുർനടപ്പിൻ്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്ന അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടത് തന്നെ എന്ന് പറഞ്ഞ ഒരു അന്ത്യന്യായവിധി, ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം അത് നമ്മൾ ഓർക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി മര്യാദക്കാരനായിട്ട് വളരാൻ സഹായിച്ചത് അപ്പച്ചൻ്റെ വടികളാണ്, ന്യായവിധിയാണ് അപ്പച്ചൻ്റെ ന്യായവിധി. ചിലപ്പോഴൊക്കെ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്, അപ്പച്ചൻ അടി ഓർത്ത്. കാരണം അടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായി തീർന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നല്ല പയ്യനായിരുന്നു, എങ്കിലും അപ്പച്ചൻ അടിച്ചതൊക്കെ ആവശ്യമുണ്ടായിട്ട് അടിച്ചതല്ല. എങ്കിലും ആ കൂടെ ഉള്ളതായിരിക്കുന്ന അടി തെറ്റ് ചെയ്യാഞ്ഞിട്ട് കിട്ടുമ്പോൾ അടി ഇത്രയാണെങ്കിൽ തെറ്റ് ചെയ്താൽ കിട്ടുന്ന അടി എന്തായിരിക്കും എന്നുള്ള ഒരു ബോധ്യത ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എബ്രഹാം സാറെന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. ഓണം പരീക്ഷയുടെ ഏത് പരീക്ഷയാണെന്നറിയില്ല, എല്ലാവരുടെയും മാർക്ക് ഇങ്ങനെ പേപ്പർ കൊടുത്തു. 50, 49, 48, 47, അവസാനം 5, 3, 2 വരെ ഉള്ള മാർക്കുകാർ വന്നു. എൻ്റെ പേപ്പർ വന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്കൊരിക്കലും വരികയില്ല.
എങ്ങനെയൊക്കെ തട്ടിപ്പൊട്ടിപ്പോയാലും 10-55 മാർക്ക് 50 രൂപ അങ്ങനെ പാടാം അന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് എന്നെ അവസാനം എഴുതിയപ്പോൾ ചേർത്തി. എത്ര മാർക്ക് കിട്ടൂടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 10, കൂടുതൽ പറയേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞൊരു 10-30 മാർക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് 10-55 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മോണിറ്റർ ഇവിടെ ചൂരോട്ടി എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2 കയ്യിലും 2 അടി ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട്. കൈ നീ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് 50-ൽ 50 കിട്ടുമായിരുന്നു, എന്താണ് 55 പോയെന്ന്. ഭയങ്കര അടി, സാറിന് സർവ്വശക്തി ഉപയോഗിച്ച്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചനെ ഒന്ന് കാണിച്ചേക്കണേ കയ്യെന്നൂടെ പറഞ്ഞു. അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. സാറിൻ്റെ അടി അങ്ങ് സഹിക്കുക, അപ്പച്ചൻ്റെ അടിയാണ് സഹിക്കാൻ വയ്യാത്തത്. ഈ വാദ്യന്മാരെല്ലാം കൂടെ വൈകിട്ട് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, എവർഗ്രീൻ എന്ന് പറഞ്ഞു, ഇപ്പോഴും ഉണ്ടത്. അവിടെ ഈ 3-4 സ്കൂളിലെ വാദ്യന്മാരെല്ലാം കൂടെ വൈകിട്ട് കൂടും. ഏതാ ചുമ്മാ ഡാ പഠിക്കാനും പിള്ളേരെ പറ്റി പറയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അബ്രഹാം സാർ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, വീട്ടിൽ ചെല്ലും മോനെ കയ്യൊന്ന് പിടിച്ച് നോക്കിയത്. ഞാൻ വീട്ടിൽ വന്ന് അപ്പച്ചൻ വന്ന് കയറുന്നതിന് മുമ്പ് മോനെ ഇനി വന്നേ കയ്യൊന്ന് കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള തല്ലുകളാണ് നമ്മളെ പല കാര്യങ്ങൾക്കും മുന്നോട്ട് നേരെയുള്ള പാതയിൽ നടത്തുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷണം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചിലർ പക്ഷേ ദൈവത്തിൻ്റെ ശിക്ഷണം അനുഭവിച്ചവരേ അല്ലായിരിക്കും. അത് നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കൊണ്ടല്ല. പറയില്ല അവനെ അടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല, ഒരു നന്മയും ഉണ്ടാവില്ല. ചില പിള്ളേരെ തല്ലാനൊക്കെ തല്ലി കഴിഞ്ഞാൽ ചത്തുപോകും. അങ്ങനെ ഹാർട്ട് പ്രോബ്ലവും ഒക്കെയുള്ള പിള്ളേരാണ്. അപ്പോൾ പത്രോസ് പറയുന്നത് അങ്ങനെയല്ല. പത്രോസ് പറയുന്നത് ഈ അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യത നമ്മളെ ഭരിക്കും. ഒരു കണക്ക് കൊടുപ്പിൻ്റെ ബോധ്യത എന്തൊരു ഭയങ്കരമായിരിക്കും അല്ലേ. 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആത്മാവ് സംബന്ധമായി ദൈവത്തിന് ഒത്തവണ്ണം ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ അവസാനം. ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിൽ തന്നെ. ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുക, ദൈവത്തിൻ്റെ ഒരു ശൈലിയും ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ഉണ്ട്, അതിനൊത്തവണ്ണം ജീവിക്കണം. അല്ലാതെ ജീവിക്കാൻ ഒക്കില്ല. അല്ലാതെ ജീവിച്ചാൽ ശിക്ഷ കിട്ടും, അടി കിട്ടും, പല വിധത്തിലുള്ള ശിക്ഷകൾ കിട്ടും. അപ്പോൾ ഈ ശിക്ഷകളെപ്പറ്റി ശരിയായിട്ടുള്ള ഒരു ബോധ്യത നമുക്കുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഗുണമുണ്ടെന്നാണ് പത്രോസ് പറയുന്നത്. അവിശ്വാസികളിൽ നിന്ന് വരുന്ന കഷ്ടതയുണ്ട്, നാം തെറ്റ് ചെയ്താൽ ദൈവം നമുക്ക് തരുന്ന കഷ്ടതയുണ്ട്, ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടുള്ള കഷ്ടതയുണ്ട്, എന്തെല്ലാം വിധത്തിൽ ശാരീരിക കഷ്ടതകൾ, മാനസിക കഷ്ടതകൾ എല്ലാം ഉണ്ട്. എന്ത് ചെയ്താലും ഞാൻ വിശ്വാസത്തിൽ നിന്ന് പോവുകയില്ല എന്ന് ഉറച്ചിരിക്കുന്ന ഒരു മനുഷ്യന് കഷ്ടതകൾ അവനെ ഒരിക്കലും ഭയപ്പെടുത്തുകയില്ല. എന്ത് ചെയ്താലും എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങളെന്നെ തല്ലിയാലും കൊന്നാലും എന്ത് ചെയ്താലും ഞാൻ എൻ്റെ കർത്താവിനെ തന്നെ സേവിക്കുമെന്ന് പറയുന്നവരെ എന്താ ചെയ്യുന്നത്? കൊല്ലാവുന്നല്ലേ ഉള്ളൂ. ലാസ്റ്റിൽ മരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിശ്വാസികൾ കാണുന്നത്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കുക. അപ്പോൾ പിന്നെ കൊന്നുപോലും പേടിപ്പിക്കാൻ ഒക്കില്ല. നമ്മളെയൊക്കെയാണ് കൊല്ലണ്ട, കൊല്ലുമെന്ന് തോന്നിയാൽ മതി. നമ്മൾ വിശ്വാസം വന്നതോടെ എന്ത് വിട്ടുവീഴ്ച ചെയ്യും. 7-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. സമയത്തെക്കുറിച്ചുള്ളൊരു ബോധ്യത, എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്, പത്രോസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും സമയം, ഈ ലോകത്ത് നടക്കേണ്ട എല്ലാ സംഭവങ്ങളുടെയും സമയം അടുത്തിരിക്കുന്നു. കർത്താവ് വരാനും ഇനി അധികം താമസമില്ല. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിലേ കർത്താവ് വരാനായിട്ട് അടുത്തിരിക്കുന്നു എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഈ ഇടക്കാലം കൊണ്ട് ഇങ്ങനെ ക്ലാസ്സും കോൺഫറൻസും ക്യാമ്പും കൗൺസിലിങ്ങും ഒരുപാട് കാര്യങ്ങളുമായിട്ടങ്ങ് വളരെ ബന്ധപ്പാടായിരുന്നുണ്ട്. എനിക്ക് സുവിശേഷം പറയാനുള്ള അവസരം വളരെ കുറച്ചേ ഉള്ളൂ. ആരെങ്കിലും സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചെങ്കിൽ പ്രസംഗിക്കുമെന്നല്ലാതെ വീടുകളിൽ പോയി സുവിശേഷം പറയാനുള്ളതായിരിക്കുന്ന അവസരം വളരെ കുറവായിരുന്നു. എനിക്കത് ഭയങ്കരമായ വിഷമം തോന്നി. ഇപ്പോഴല്ലേ ഇനി എപ്പോഴാണ് പോകുന്നത്? കിടപ്പായി പോയ പിന്നെ പറയുമോ? ഇപ്പോഴാണ് വടിയൊക്കെ കുത്തി നീങ്ങി തിരഞ്ഞാമല്ലോ. ഇപ്പോഴല്ലേ പിന്നെ ഞാൻ എപ്പോഴാണ് പോകുന്നത്? ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഓരോ സെക്കൻഡും വിലയേറിയതാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല കേട്ടോ. ദുരം പറഞ്ഞില്ല എന്നാ എന്താ സംഭവിക്കുക, ഒന്നും സംഭവിക്കുക. അവർക്ക് അങ്ങനെ സ്വർഗത്തെപ്പറ്റി വലിയ പ്രതീക്ഷയോടല്ല ജീവിക്കുന്നത്. അവിടെ അങ്ങ് ചെല്ലണമെന്നുള്ളതല്ലാതെ ഈ ദുരിതം നിറഞ്ഞ ഈ ദുരിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ പോകുന്ന, സ്വർഗത്തിൽ പോയി എങ്ങനെയെങ്കിലും ഈ കഷ്ടതയിൽ നിന്ന് മാറിയാൽ മതി എന്ന് പറയില്ല ചില ആളുകൾ. അല്ല, നമ്മൾക്ക് അങ്ങനെയല്ല സ്വർഗത്തിൽ പോകുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. വാഗ്ദത്തം ചെയ്ത ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് തനിക്ക് വേണ്ടി ജീവിക്കുന്നവർക്കും. അതല്ല എനിക്കും വേണമെന്നൊരാഗ്രഹമുണ്ട്. ദുരാഗ്രഹമാണോ അല്ലയോ എനിക്കറിയില്ല. ആണയാണെന്നോ അല്ലയോ? അല്ല, കർത്താവേ
നീ വാഗ്ദത്തം ചെയ്ത പ്രതിഫലങ്ങൾ എനിക്ക് വേണം, അതിന് ഞാൻ എന്നോടും ആവതി ചെയ്യാം. അപ്പോൾ ഈ സമയത്തെക്കുറിച്ചുള്ള ബോധ്യത എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ ഈ സമയത്തെക്കുറിച്ച് ബോധ്യതയെക്കുറിച്ച് പറഞ്ഞത്? രസകരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. എല്ലാറ്റിൻ്റെയും അവസാനം, ലോകത്തിൻ്റെ അവസാനം, കർത്താവിൻ്റെ വരവിൻ്റെ സമയമായി, ലോക ഗവൺമെൻറ്റുകളുടെ അവസാനം അടുത്തിരിക്കുകയാണ്, ഇനി കർത്താവിൻ്റെ ഭരണമാണ് വരുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും അവസാനം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. എല്ലാറ്റിൻ്റെയും അവസാനം വന്നതുകൊണ്ട് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക. നേരം വെളുത്തിട്ട് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? പ്രാർത്ഥനയ്ക്ക് സുബോധം ഉണ്ടായിരുന്നോ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കാണും? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ വളരെ കുറവാണ്. പ്രാർത്ഥിക്കുന്നവരും കുറവാണ്. 1 മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചവർ, 1 മണിക്കൂർ, ഞാൻ കയ്യൊന്നും പൊക്കണ്ട, 1 മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചവർ. സാധാരണ മനുഷ്യൻ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെയാണ് പരമാവധി പ്രാർത്ഥിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. 1 മണിക്കൂർ ആയെന്നൊക്കെ തോന്നും, പക്ഷേ സമയം നോക്കുമ്പോൾ 5 മിനിറ്റേ ആയുള്ളൂ. 24 മണിക്കൂറുള്ള ഒരു ദിവസമാണ്. അതിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്തുണ്ട്? ഒന്നുമില്ലല്ലോ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം പ്രാർത്ഥനയുടെ കാര്യമാണ്. പ്രാർത്ഥനയെ ജാഗരിപ്പീൻ, ഉറ്റിരിപ്പീൻ, അതിൽ തന്നെ ഉറ്റിരിപ്പീൻ. അപ്പം സമയത്തെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കും. പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യം സാധിക്കാം. കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ചോദിക്കാത്തതിനാ പ്രാർത്ഥിക്കാത്തതിനാ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളത്. രണ്ടാമത് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ജഡേച്ഛകളിൽ ഭോഗേച്ഛകളിൽ വല്ലാതെ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, 1 പ്രാർത്ഥനയെന്ന് പറഞ്ഞ സ്വഭാവമില്ല, 2 പ്രാർത്ഥിച്ചാൽ തെറ്റായ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഭോഗേച്ഛകൾ, ഭൗതികമായ ഇച്ഛകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ആരോഗ്യമായിരിക്കും, ഒരു ജോലിയായിരിക്കും, പണമായിരിക്കും, അതെല്ലാം നമ്മുടെ ഭോഗേച്ഛകളുമായി ബന്ധപ്പെട്ടതാണ്. ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കുറച്ച് പേരെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ അന്ന് ഒരു കഥ, ഒരു സംഭവതയാണെന്നാണ് അവർ എഴുതിയ ആൾ പറഞ്ഞത്. ഒരു പാസ്റ്റർ ഒരു ദിവസം വൈകിട്ടത്തെ യോഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2 പേർ ഐകമത്യപ്പെട്ട് എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് നൽകിത്തരാം. അങ്ങനെയാണ്. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ്, പ്രായം 10 വയസ്സുള്ള സ്ത്രീ എഴുന്നേറ്റ്, പാസ്റ്ററെ പ്രസംഗം കഴിഞ്ഞോന്ന് ചോദിച്ചു. കഴിഞ്ഞെന്ന് പറഞ്ഞു. പാസ്റ്ററെ 2 പേർ ഐകമത്യപ്പെട്ട് ചോദിച്ചാൽ ഇത് നൽകിത്തരാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഞാനുമായിട്ട് ഇരുന്ന് കുറച്ചു നേരം എൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടേ വെക്കുമെന്ന് പറഞ്ഞാൽ 17 വയസ്സായി, ഇപ്പോഴും മദ്യപിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാസ്റ്റർ എന്നോടുകൂടെ ഇവിടെ തന്നെ ഇരുന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല. പാസ്റ്റർ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, അതേക്കുറിച്ച് പ്രാർത്ഥിക്കാം, ഞാൻ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാസ്റ്ററോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊല്ലപ്പണി ചെയ്യുന്ന ഒരാൾ ആ സഭയിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സൗകര്യം ഞാൻ ആ സൗകര്യോട് ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ 2 മണിക്കൂർ സൗകര്യ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അവരങ്ങോട്ട് മാറി ആ മൂലയ്ക്ക്, ഹോളിൻ്റെ മൂലയ്ക്ക് തന്നെ പോയിരുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി, അവരുടെയും വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. പിറ്റേ ദിവസം ഞായറാഴ്ച ഭാര്യയെല്ലാം ഒരുങ്ങി സഭയിലേക്ക് പോരാൻ തന്നെ ഭർത്താവ് പറഞ്ഞു, എടി എനിക്ക് ഇത്രയും നാൾ നീ എവിടെയാണ് പോകുന്നത്, ഞാൻ കണ്ടിട്ടില്ല, നീ ഞാനിവിടെ വരുന്നു പറഞ്ഞു. ആരും വിളിക്കുമൊന്നുമില്ല, നീ ഞാനിവിടെ വരുന്നു പറഞ്ഞു. അയാൾ വന്നവിടെ ഇരുന്നു. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. പാസ്റ്റർ പ്രസംഗിച്ചോ മനസ്സിലായില്ല, അവിടെ നടന്ന ഒരു കാര്യവും മനസ്സിലായില്ല. ഏതായാലും അത് കഴിഞ്ഞ് കൊല്ലാശാരിപ്പണി ചെയ്യുന്നവന് അദ്ദേഹത്തെ വിളിച്ചിരുത്തി സുവിശേഷം പറഞ്ഞു. കുറച്ച് നേരം സുവിശേഷമൊന്നും അദ്ദേഹത്തിന് നന്നായി മനസ്സിലാക്കിയില്ല. ഏതായാലും കുറച്ച് മനസ്സിലാക്കി അയാൾ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, ഞായറാഴ്ച വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. വൈകിട്ടത്തെ മീറ്റിങ്ങിന് അയാൾ വന്നു. അയാൾ 1 മണിക്കൂർ നേരത്തെ വന്നു. പാസ്റ്റർ മുറിയിലേക്ക് കയറി ചെന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇന്ന് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. ഇന്ന് യോഗം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. പാസ്റ്ററിനോട് പറഞ്ഞു, എങ്ങനെ രക്ഷിക്കപ്പെടണം? സുവിശേഷം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ എഴുതായിരിക്കുന്ന ആളെ പറഞ്ഞു, 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നവനാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ആ പാസ്റ്ററുടെ പ്രശ്നമാണ്. നമ്മൾ അത്രയൊന്നും വിശ്വസിക്കുന്നില്ല, പ്രസംഗിക്കുന്നത് ഉള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് പ്രസംഗിക്കാം, പക്ഷേ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചാൽ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചോളാം. കാലം അതിക്രമിച്ചിരിക്കിയാൽ പ്രാർത്ഥനയെക്കുറിച്ച് സുബോധം വേണം.
എന്താ ഈ പ്രാർത്ഥനയ്ക്ക് സുബോധം വേണമെന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയെക്കുറിച്ച് എപ്പോഴും ഒരു ബോധം വേണം. വേണ്ടേ? എപ്പോഴും ഒരു ബോധം വേണം. അത് സുബോധമാണ്, പ്രാർത്ഥനയ്ക്ക് സുബോധമാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ബോധം വേണം. വേണ്ടേ? ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് എനിക്ക് ബോധം വേണം. എങ്കിലല്ലേ ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ. പ്രാർത്ഥനയിൽ തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട്. ഉടനടി നടക്കേണ്ട വിഷയമുണ്ട്, നടന്നേ പറ്റൂ എന്നുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴേ, നിങ്ങൾക്കൊക്കെ പ്രാർത്ഥനാ പുസ്തകം ഉണ്ടോ? പ്രാർത്ഥനാ പുസ്തകം ഇല്ലാത്തവരും പ്രാർത്ഥിക്കും. പുസ്തകമൊന്നും വേണ്ട, മനസ്സിൽ വരുന്നവർക്ക് പ്രാർത്ഥിക്കാം, ഓർമ്മ വരുന്നവർക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ പുസ്തകം ഉള്ളവർ അങ്ങനെയല്ല. പൗലോസ് പറഞ്ഞ പോലെ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, പിന്നെ 2 പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞല്ലോ, ബുദ്ധി കൊണ്ടും. എന്നിട്ട് പറഞ്ഞു, ഞാൻ 1000 സഭയിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഓർമ്മ വരുന്ന വിഷയങ്ങളൊക്കെ വരും. പെട്ടെന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ, അവരെ അനുഗ്രഹിക്കണം. അപ്പോൾ പിന്നെ വേറെ പലരും വന്നില്ല. വന്നവരെ പറ്റി പറഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. എന്തോ അനുഗ്രഹിക്കണം? കർത്താവ് ചോദിച്ചാൽ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് നീ പറഞ്ഞത്. ഞാൻ എന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. നെയ്യപ്പം കൊടുക്കണമെന്നാണ് പറയുന്നത്, ഉണ്ണിയപ്പം കൊടുക്കണമെന്ന്. എന്തുവാ അനുഗ്രഹിക്കണം? എന്തോ അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല. അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 ആവശ്യങ്ങൾ എന്താണെന്ന് ഞാൻ ചിന്തിച്ചാലും ചിന്തിക്കുന്നതായിരിക്കില്ല ഞാൻ ചിന്തിച്ചത്. അപ്പോൾ സുബോധമായി പ്രാർത്ഥനയ്ക്ക് സുബോധം വേണം. എത്ര പ്രായമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ആരോഗ്യം അനുഗ്രഹിക്കേണ്ടത്. എൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ 165 പേരുണ്ട് പ്രായമുള്ളവരെ. അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കും. അതില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. ഓർമ്മ വരുന്ന കുറച്ച് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ കാലം അതിക്രമിച്ചിരിക്കുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധം വേണം. സുബോധമില്ലാത്ത പ്രാർത്ഥനക്കാരരുത്. ഇവിടെ പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ചാൽ പോലും സുബോധമില്ലാത്ത പ്രാർത്ഥനയെ പലരും ചെയ്യുന്നത്. ബോധപൂർവം നല്ല ബോധത്തോടു കൂടെ വേണം പ്രാർത്ഥിക്കാൻ. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് പ്രശ്നമാണ്, എന്ത് ആവശ്യമാണ്, എന്താണ് അവർക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ മഹത്വം ഈ വിഷയത്തിൽ എങ്ങനെയാണ് വെളിപ്പെടുന്നത്. അല്ല ഒരു വാക്യത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ സഭയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണം. എന്തോ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചെന്നറിയാം. ഇതൊക്കെ തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ പ്രാർത്ഥനയല്ല. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം പരിഗണിക്കുമോ? പരിഗണിക്കില്ലെന്നേ. നമ്മളങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. സുബോധമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം നിർബന്ധം. അതുപോലെ നിർമ്മതരുമായിരിപ്പീൻ. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മൾ ബ്ലെയിംലെസ് ആയിരിക്കണം, നിർമ്മതരായിരിക്കണം, യാതൊരു മാലിന്യവും കാണരുത്. ശുദ്ധമായ ഹൃദയത്തിൽ നിന്നും വരുന്ന പ്രാർത്ഥനകളെ ദൈവം കേൾക്കുമല്ല, ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പുരുഷന്മാരെല്ലായിടത്തും വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ കരങ്ങളെന്ന് പറഞ്ഞാൽ ഈ കരങ്ങൾ കൊണ്ട് യാതൊരു വിധമായിരിക്കുന്ന പാപവും ചെയ്തിരിക്കുവാൻ പാടില്ല. ദൈവസന്നിധിയിൽ മലർത്തുമ്പോൾ കർത്താവ് പറയണം, നിൻ്റെ കൈ ശുദ്ധമാണ്. സാമ്പത്തികം സംബന്ധിച്ച്, ബന്ധങ്ങൾ സംബന്ധിച്ച്, കൊടുക്കുവാങ്ങലുകൾ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും നിൻ്റെ കൈ ശുദ്ധമാണ്. ഇത് പ്രാർത്ഥനയുടെ അടയാളമാണ്. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, അതുപോലെ യഹൂദന്മാരും പ്രാർത്ഥിക്കുന്നു. അതാണ് ബൈബിളും പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാർ എല്ലായിടത്തും വിശുദ്ധ കരങ്ങൾ ഉയർത്തി വേണം പ്രാർത്ഥിക്കാൻ. വല്ലതും സ്വീകരിക്കുന്ന ആണ്, ദൈവത്തിന് ചോദിച്ച് സ്വീകരിക്കുകയില്ല. ആസ്കിങ് ആൻഡ് റിസീവിങ്. അപ്പം കൈ പോക്കറ്റിട്ടും കൊണ്ട് റിസീവ് ചെയ്യുന്നത് എങ്ങനെ റിസീവ് ചെയ്യുന്നത്? കൈ പോക്കറ്റിട്ട് കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും റിസീവ് ചെയ്ത് ആരും ഒന്നും തരത്തില്ല. വല്ല ഭിക്ഷക്കാരനും കൈ പോക്കറ്റിട്ട് നടന്ന് വരുന്നത്, അമ്മാ വല്ലതും തരണേന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്. ദൈവത്തോട് അത് തന്നെയാണ് പറയുന്നത്. പിതാവേ വല്ലതും തരണമേ, വല്ലതും തരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് പറയണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ കൊള്ളാകുന്ന ഒരു മാനസിക അവസ്ഥ നമുക്ക് വേണം. പലർക്കും അതില്ല, നിർമ്മതരല്ല. സഹോദരന്മാരുമായിട്ട് അഭിപ്രായ ഭിന്നതയുള്ളവർ, സഹോദരന്മാരെ പകയ്ക്കുന്നവർ, വെറുക്കുന്നവർ, സാമ്പത്തിക കാര്യങ്ങൾ ക്രമക്കേട് നടത്തുന്നവർ, ജോലിക്ക് പോയ വിശ്വസ്തരല്ലാത്തവർ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിശുദ്ധരല്ലാത്തവർ, ഏതെല്ലാം കാര്യങ്ങളിലാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകും. അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയിട്ട് കാര്യമില്ല. ഏതോ ഒരു ഭാഷണം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എളിയവനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ഭാര്യ പ്രാർത്ഥിച്ചു, കർത്താവേ നിറയ്ക്കരുതേ, ചോർച്ചയുള്ള മനുഷ്യനാണ്, നിറച്ചല്ല അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അത് നടന്നാന്നൊന്നും എനിക്കറിയില്ല. നടന്നാന്നേ ആ ഭാര്യ അനുമോദിക്കണം. അങ്ങനെയുള്ള ആളുകളില്ല നമ്മുടെ. ചോർച്ചയുള്ള മനുഷ്യനെ നിറയ്ക്കണമെന്ന് പറയുക. അതെങ്ങനെ ചോർച്ചയുള്ളത് നിറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെയും മാലിന്യങ്ങളെയും ഏറ്റുപറഞ്ഞ്
ദൈവസന്നിധി നിരപ്പ് പ്രാപിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ടല്ല. നിർമ്മതരായിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം, കുറ്റമില്ലാത്തവരായിരിക്കണം. 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതും സകലത്തിന് മുമ്പേ ഇരിക്കുന്നു. ആകയാൽ ഇപ്പോൾ പറയാം, സകലത്തിന് മുൻപേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഒക്കെ മുൻപേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. തമ്മിലുള്ള സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. തമ്മിൽ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങൾ പ്രവർത്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സ്നേഹമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. സഭയിലെ സഹോദരന്മാരാതിന് ചില സഹോദരന്മാരുടെ കൂടുമ്പോൾ മറ്റു സഹോദരന്മാരെ പറ്റി അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ ഇപ്പടിയാണ്, നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സഹോദരന്മാരുണ്ട്. എന്നിട്ട് ആ സഹോദരന്മാരെ കാണുമ്പോൾ ഹലോ ബ്രദറെ കണ്ടിട്ട് എത്ര നാളായി, എന്തോ ഒരു സന്തോഷം ബ്രദറെ കണ്ടിട്ടെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കാര്യം സ്വയം വഞ്ചിക്കുകയല്ലേ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പോൾ ആദ്യം ഉറപ്പാക്കേണ്ടത് സ്നേഹമാണ്. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന വലത്തിരിക്കുന്ന സഹോദരന് കൈ കൊടുത്തിട്ട്, സഹോദരൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമുക്കത് പറഞ്ഞു തീർക്കാം. എനിക്ക് സഹോദരനോട് യാതൊരു വിഷമം ഒരു കാര്യത്തിലും ഇല്ല. ബ്രദറിന് വല്ല വിഷയത്തിലും എന്നോട് വിഷമമുണ്ടോ? ഇങ്ങനെ ആളിനോടും ബ്രദറെ വല്ലതും ഉണ്ടോ? രണ്ട് മുഖമുള്ള ആളുകളുണ്ട്, രണ്ട് മുഖമുള്ളത്. അതെന്താണെന്നറിയാമോ? പാമ്പിനെ കാണുമ്പം തലയോ വാലോ ഏതാ കാണിക്കുന്നത്? ബ്ലാഞ്ചിലെന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, തല. പാമ്പിനെ കാണുമ്പം തലയും, മീനിനെ കാണുമ്പം വാലും കാണിക്കും. അങ്ങനെ ബ്ലാഞ്ചിലന്മാർ ക്രിസ്ത്യ ലോകത്തുമുണ്ട്. അപ്പം സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഒന്നാണ്. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ നന്മയെ കരുതി നമുക്ക് വരുന്ന ചെലവുകളും ത്യാഗങ്ങളും ഓർക്കാതെ പ്രവർത്തിക്കുന്ന ശൈലിക്കായി സ്നേഹം എന്ന് പറയുന്നത്. എനിക്കെന്ത് ചിലവ് വരും, എനിക്കെന്ത് ബുദ്ധിമുട്ട് വരും, എനിക്കെന്ത് പ്രയാസം വരും എന്നുള്ളത് ഞാൻ ചിന്തിക്കാതെ സഹോദരനത് ആവശ്യമാണെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊന്നും അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർ ചെയ്തു കൊടുക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സ്നേഹമില്ലെന്നുള്ളതാണ്. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുന്നവരുടെ കടപ്പാടൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കടപ്പാടിൻ്റെ ഒരു ലിസ്റ്റുണ്ടല്ലോ, അങ്ങനെയുള്ള ലിസ്റ്റിലൊന്നും ഒരു പക്ഷേ പെടുകയില്ല. പക്ഷേ ദൈവം പറയുന്നത് അങ്ങനെ തന്നെയാണ്. സകലത്തിന് മുൻപേ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നാണ്, ബിഫോർ എനിത്തിങ് എൽസ് തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. എന്നിട്ട് പറഞ്ഞ് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം തെറ്റുകളെക്കുറിച്ചൊന്നും എപ്പോഴും ഓർത്തിരിക്കത്തില്ല. എന്നോട് ഒരാൾ തെറ്റ് ചെയ്താൽ ഞാൻ ആവോളം ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കും, കർത്താവ് ഈ സഹോദരൻ ചെയ്യുന്നത് ഇന്നതെന്നറിയാമെങ്കിൽ അയാളോട് ക്ഷമിക്കണമേ, എൻ്റെ ഭാഗം തീർന്നു. ഞാൻ ഒരിക്കലും തൃശ്ശൂരിൽ നിന്നും ബസ് കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പകുതി വഴിയിൽ വെച്ചൊരു സഹോദരൻ കയറി. സഹോദരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ഞാൻ സ്നാനപ്പെടുത്തിയ ഒരാളാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ അല്ല അദ്ദേഹം വേറെ സഭയിലേക്ക് പോയി. ആ സ്ഥലത്തുള്ള സഭയ്ക്ക് ഒരുപാട് ഉപദ്രവം ചെയ്തിട്ടാണ് പോയത്. എന്നെ കണ്ടതും ഈ ആൾ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ ആയിരുന്ന സീറ്റിന് പുറകിലത്തെ സീറ്റിൽ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ബസ്സിലുള്ള എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് കള്ള അപ്പോസ്തലനെ കാണുമോയെന്ന് ചോദിച്ചു. വേണ്ടതിന് ഇവനെ നോക്കിയാൽ മതി എന്ന്. ഇങ്ങനെ എൻ്റെ കൈ എൻ്റെ നേരെ കാണിച്ചു. ഇവനാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിലേക്ക് ഏറ്റവും വലിയ കള്ള അപ്പോസ്തലൻ എന്ന് വെച്ചിട്ട് പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാനൊന്നും കേട്ടോണ്ടിരുന്നേ ഉള്ളൂ. എല്ലാവരും എന്നെ നോക്കി. മിക്കവാറും പലർക്കും എന്നെ അറിയാവുന്നവരായതുകൊണ്ട് പിന്നെ അവരതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു, അറിയില്ല. ഏതായാലും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചു. അന്ന് ഞാൻ അച്ചായനെ ദുഃഖിപ്പിച്ചത് എനിക്ക് ആത്മാർത്ഥമായ സങ്കടമുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഇവൻ പറയുന്നത് എന്തെന്ന് ഇവൻ അറിയായികയാൽ ഇവനോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നോട് ഒന്നും വിരോധമായിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ നീ അത് പറഞ്ഞത് നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞു. ദൈവം അവനൊരു പെരയുടെ പുറത്ത് കയറ്റിയിട്ട് അവൻ്റെ പുറയുടെ പുറത്ത് കയറ്റിയിട്ട് അവൻ അവിടെ നിന്ന് വീണ് അവൻ്റെ 2 കാലും ഒടിഞ്ഞു പോയി. അങ്ങനെ കാല് ഒടിഞ്ഞ് ചികിത്സ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അതെന്നെ ഇത് വിളിച്ചുകൊണ്ട് അവരെ കാലൊടിഞ്ഞൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവനെ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ബോധം വരാൻ അവനെ ദൈവം ഏത് വഴിയിലൂടെ കൊണ്ടുപോയി? എന്നെ വിളിച്ചതിൻ്റെ കുറ്റമോ ഒന്നും എനിക്കറിയില്ല, അത് ഞാൻ ദൈവമല്ല. ഏതായാലും ആ കിടക്കേ കിടന്നാണ് അവൻ പിന്നെ വിളിച്ച് പറയുന്നത്, അച്ഛാ ക്ഷമിക്കണേന്ന്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നാണ്. ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ഞാൻ സ്നാനപ്പെടുത്തി എൻ്റെ കൂടെ അപ്പം നുറുക്കി നിന്ന ഒരു ചെറുപ്പക്കാരൻ താൻ അവിടെ നിന്ന് പോയി വേറൊരു സഭയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെ അദ്ദേഹം ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യും. പക്ഷേ സ്നേഹം
പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നമ്മോട് പാപം ചെയ്തതായിരിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ നമ്മൾ മറക്കാനും മറയ്ക്കാനും നമുക്ക് കഴിയും. അതിന് പ്രതികാരം ഒന്നും ചെയ്യേണ്ട ആവശ്യവും നമുക്കില്ല. സഭയായിട്ട് പ്രതികാരങ്ങൾ ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരും, വെച്ചെടുക്കുന്ന നടപടികളൊക്കെ എടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമെങ്കിലും വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യനെയും വ്യക്തിപരമായിട്ട് എന്നോടിങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് ചെയ്തല്ലോ, കാരണം ഈ വാക്യങ്ങളാണ് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അത് മറക്കുന്നില്ലേ പിന്നെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഒരു കാര്യമില്ല. പിന്നെ ദൈവം തൻ്റെ നീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. അത് നമുക്കാർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല.